ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തിന് ഓരോ കർമ്മങ്ങളും പഠിപ്പിച്ചെന്നല്ലോ. ആ പഠിപ്പിച്ചെന്ന കർമ്മങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, മുജാഹിദുകളുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ്, മുജാഹിദുകൾ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മുജാഹിദുകൾ ദിക്ർ ചെല്ലാറില്ല എന്ന് പറഞ്ഞാൽ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാറില്ല. അതിനെ പലപ്പോഴും ആളുകൾ എതിർക്കാറുണ്ട്. കണ്ടോ ഇവരെ മയ്യത്ത് കൊണ്ടുപോണ കോലം കണ്ടില്ലേ, മുസ്ലിമിന്റെ മയ്യത്ത് കൊണ്ടുപോണതാണോ ഈ കാണുന്നത്? മുജാഹിദുകൾ പറഞ്ഞു, സഹോദരങ്ങളെ, സലഫു സാലിഹികളുടെ മാർഗം എന്തായിരുന്നു? പ്രധാനപ്പെട്ട മാർഗം എന്തായിരുന്നു? മിണ്ടാതെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സുഖൂത്തോടുകൂടി മിണ്ടാതെ പോവുകയാണ് വേണ്ടത്. മരണം ചിന്തിച്ച് ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ മുജാഹിദുകളെ ചീത്ത വിളിച്ചു. അതേ സമയത്ത് ഇവിടെ പ്രസംഗിച്ച സഹോദരന്റെ ആ സമസ്തയിൽപ്പെട്ട തന്നെ ഔദ്യോഗിക സമസ്തയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, നോക്കൂ എന്താണ് ഇതിന്റെ യഥാർത്ഥ വശം, കണ്ടു നോക്കൂ നിങ്ങൾ ആണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫ്, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സ്വഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകളും പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായെന്ന് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അത് മനുഷ്യനോട് കഴിഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ സലഫ് സാലിഹീങ്ങളുടെ മാർഗം എന്താ? ഇന്ന് ചിരിച്ചു പോണോ നിങ്ങൾ പറയണ്ടേ? ചിരിച്ചു പോകുന്ന ആരാ? ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് പോകുമ്പോൾ കൂടെ പോകുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ചിരിച്ചെന്ന് വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുജാഹിദ് പള്ളിയുടെ അടുത്ത് വന്നാൽ പിന്നെ മുദ്രാവാക്യത്തിന്റെ ശബ്ദം കൂടും. കണ്ടോ? അത് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ചിരിച്ചൊന്നിരിക്കും. പക്ഷേ സ്വഹാബത്തും സലഫ് സാലിഹുകളും പോയത് എങ്ങനെയാ പോയത്? മിണ്ടാതെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ലേ പോയത്. മുജാഹിദികൾ പറഞ്ഞപ്പോ മുജാഹിദികളെ ചീത്ത വിളിച്ച് ആക്ഷേപിച്ച, കന്നുകാലികളെ കൊണ്ടുപോകുന്നത് പോലെ മയ്യത്ത് കൊണ്ടുപോകുന്നവരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സമുദായത്തിന്റെ ആധുനിക പണ്ഡിതന്മാര് പ്രഖ്യാപിക്കുന്നു, സഹോദരങ്ങളെ, ഇമാം നബവി റഹ്മഹുല്ല തന്നെ വളരെ വ്യക്തമായി പറയുന്നു, അതെ, കൊണ്ടുപോകേണ്ടത് മിണ്ടാതെയാണ്. ഖിയാമത്തിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പോകേണ്ടത് എന്നല്ലേ. അതേ, മുദ്രാവാക്യം വിളിക്കേണ്ടതല്ല, ഉച്ചയുണ്ടാക്കേണ്ടതല്ല. സുക്കൂത്താണ് ആ നടത്തത്തിന്റെ സമയത്ത് മിണ്ടാതെ പോകണമെന്നല്ലേ. ഇത് മുജാഹിദുകളുടെ പേരിൽ വലിയ ഒരു ആക്ഷേപമായി ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞതല്ലേ. പക്ഷേ ഇന്നിതാ നിങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വന്നു. അതേ സലഫികളെ, നിങ്ങൾ പറഞ്ഞതാ ശരി, സലഫുകൾ കാണിച്ചത് അങ്ങനെയാണ് എന്ന് പറയേണ്ട ഒരവസ്ഥ മുജാഹിദുകളുടെ പ്രവർത്തനത്തിൽ ഇതാ പിൽക്കാലത്ത് പണ്ഡിതന്മാർക്ക് വരുന്നു. സഹോദരങ്ങളെ, എത്രയെത്ര തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിയാലും, എത്രയെത്ര ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും, പക്ഷേ നിങ്ങൾ അറിയേണ്ടതാണ്, സത്യം അവസാനം പുറത്തു വരുന്നതാണ്. എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരും. നിങ്ങൾ കേൾക്കണോ? വളരെ പ്രധാനപ്പെട്ട സംഗതി.